ഞാനിപ്പോൾ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നൂറിനാടോട്ട് പോവുകയാണ്. ഞാനും അച്ഛനും അമ്മയും ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുകയാണ് നൂറിനാട് പോകാനായിട്ട്. കായംകുളത്ത് നിന്നും ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൂറിനാട് ഭയങ്കര മഴയാണ്. അവിടെയൊക്കെ മഴയുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല എസ്തെറ്റിക് പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഇവിടത്തെ പോലെയൊന്നും അല്ല, നിറയെ കൃഷിയായിരുന്നു ആ വീടിൻ്റെ ബാക്കിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പൂവൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു. എനിക്ക് ആക്ച്വലി ഇങ്ങനെ എസ്തെറ്റിക് ഫോട്ടോഗ്രാഫി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ പൂവും റംബൂട്ടാനും ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റംബൂട്ടാനൊക്കെ എൻ്റെ ഇവിടെയൊക്കെ റോഡിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ലാണ്ട് നേരിട്ടൊരു മരത്തിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് റംബൂട്ടാൻ ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിലേറ്റീവിന് സുഖമില്ല. അപ്പോൾ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്കിൾ ഇപ്പോൾ ഓക്കെ ആണ്, ബെറ്റർ ആണ്. അപ്പോൾ അങ്കിളിനെ കണ്ടു, യാത്രയൊക്കെ പറഞ്ഞു. നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ച് പോകാനായിട്ട് നമുക്കൊരു KSRTC ബസ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബസ്സിൽ കയറി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പാളത്തിൽ കൂടെ ഓടി വേണം പോവേണ്ടത്. ഞാൻ ഓടിയ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്, കാരണം ട്രെയിൻ വരുന്നുണ്ട്. സോ നമ്മൾ സ്പീഡിൽ ഓടുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്രെയിൻ വരുന്നുണ്ടെന്ന്. ആ ട്രെയിൻ അതേ പോകുന്നത്. അപ്പോൾ ട്രെയിൻ പോയി, നമ്മുടെ ട്രെയിൻ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ കയറി ഉടനെ തന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ച പാർലേസ് കഴിക്കാൻ തുടങ്ങി. കാരണം അടാറ് വിശപ്പുണ്ടായിരുന്നു. കാരണം ഒരു 2 മണിക്കൊക്കെ ഫുഡ് കഴിച്ചതാണ്. അതിനുശേഷം ഇതുവരെ കഴിച്ചില്ല. വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം കഴിക്കാണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. ജസ്റ്റ് ഒരു പാർലേസ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് വിശപ്പ് മാറത്തില്ല. എന്നാലും എനിക്ക് അതെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ബാഗിൽ ഇനിയും കുറച്ച് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്, സ്നാക്സ് ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പോണ വഴിക്ക് കഴിച്ച് പോകണം. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ തൊട്ടേ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിനെ ക്യാപ്ചർ ചെയ്ത് വരികയാണ്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നു എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്തത് ഇവിടെ വാട്ടറാണ് കേട്ടോ, എന്തോ ഒരു കായലോ എന്തോ ആണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കായൽ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു പോർഷനാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ വണ്ടി സ്പീഡിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എവിടെ എത്തി എന്ന് നോക്കുകയാണ്. കാരണം എനിക്ക് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ നാരങ്ങമിഠായി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കഴിച്ചു. അതിനുശേഷം ഞാൻ ഫോണിൽ ട്രെയിനിൻ്റെ ആപ്പ് ഉണ്ട്. അപ്പോൾ വെയർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ ട്രെയിൻ എവിടെ എത്തി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേക്കും ആ സ്ഥലങ്ങളിൽ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും ആ സ്റ്റോപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡ് നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഏത് സ്ഥലത്തെത്തി ഇങ്ങനെ നോക്കുന്നത്. ആക്ച്വലി ഒരു നല്ല യാത്രയായിരുന്നു. പ്രീ പ്ലാൻ ഒന്നും അല്ലായിരുന്നു. മാമന് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയി കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ നമ്മൾ പോയി കണ്ടു, തിരിച്ച് വരികയാണ്. ഇവിടെ ഒരാൾ ഭയങ്കര ബഹളമാട്ടോ, നമ്മുടെ ഭവിക്കുട്ടി. അത് മാത്രമല്ല പുറത്ത് റെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സൗണ്ടിന് കുറച്ച് ഇഷ്യൂസ് കാണും. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഭവിക്കുട്ടി ഇവിടെ ഭയങ്കര ബഹളമാട്ടോ. അവൾക്കൊരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം. എന്നെ വ്ലോഗ് എടുക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ. എന്നാലും അവളുടെ വോയിസ് ഒരു ഡിസ്റ്റർബൻസ് ആവത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് ഹർ വോയിസ് ഇസ് സോ ക്യൂട്ട്. അങ്ങനെ ട്രിവാൻഡ്രത്തെ മെയിൻ സ്റ്റേഷനായിട്ടുള്ള തമ്പാനൂർ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര നേരം ഉറങ്ങിക്കിടന്ന് അച്ഛനാണെങ്കിൽ എണീറ്റിട്ടുണ്ട്. പോകാനായിട്ട് അച്ഛൻ റെഡി ആവണം. എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഞാൻ ഇറങ്ങാൻ പോകേണ്ട സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. കാണുന്നതാണ് PVR. അപ്പോൾ ഉടനെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തമ്പാനൂർ തന്നെയാണ്. അപ്പോൾ തമ്പാനൂർ പോയിട്ട് അവിടെ നിന്ന് ഇനി യൂബർ ബുക്ക് ചെയ്ത് അങ്ങനെ വേണം പോവാനായിട്ട്. അപ്പോൾ തമ്പാനൂർ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ ഞാൻ ഈ ട്രെയിനിൽ നിന്ന് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ നിന്ന് മാക്സിമം വീഡിയോസ് ക്യാപ്ചർ ചെയ്യണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ അടുത്ത് എന്നെങ്ങാനും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യണം. തമ്പാനൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ ഞാനിങ്ങനെ നോക്കുകയാണ്. അച്ഛനെന്താ വീണ്ടും സാധനങ്ങളെല്ലാം നോക്കുകയാണ്. അമ്മയടുത്ത് പറയണം, എല്ലാം നോക്കുമെന്ന് പറയണം. അമ്മ എല്ലാം നോക്കുകയാണ്. അതിനുശേഷം അമ്മ ഇപ്പോൾ ടാറ്റ തരും, ടാറ്റ. അങ്ങനെ അമ്മ ടാറ്റ കൊടുത്തു. അമ്മ ടാറ്റ കൊടുത്തത് നേരത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ടാറ്റ പറയാൻ കേട്ടോ. ട്രെയിനിന് ടാറ്റ എല്ലാം കൊടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിതാ തമ്പാനൂർ ഇറങ്ങിയിട്ടുണ്ട്. 20:55 8:55 ആയപ്പോഴത്തേക്കും നമ്മൾ തമ്പാനൂർ എത്തി. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. യൂബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യൂബർ വന്നിട്ടുണ്ട്, യൂബറിൽ കയറിയിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നാളെ സൺഡേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ബൈ.